ഹലോ ഗായ്സ്, ആരും പേടിക്കണ്ട. യൂട്യൂബിൽ സത്യസന്ധമായി മാത്രം വീഡിയോ ചെയ്യുന്ന 2 റിയാക്ഷൻ വീഡിയോ സിംഹങ്ങളുടെ തംബ്നെയിൽ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. തംബ്നെയിൽ കണ്ട് നിങ്ങൾ ഞെട്ടരുത് ഗായ്സ്, നിങ്ങൾ ഞെട്ടരുത്. തംബ്നെയിൽ നമ്പർ 1, രേണു സുധിയുടെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അടിച്ചു കളഞ്ഞു, തോന്നിവാസം പറ്റില്ലെന്ന് പോലീസ്. ഇത് വിവി എന്ന് പറയുന്ന യൂട്യൂബറുടെ തംബ്നെയിലാണ്. ആൻഡ് ദ സെക്കൻഡ് തംബ്നെയിൽ വന്ന് മെറ്റ നേരിട്ട് കേസെടുത്ത് ചാനൽ പൂട്ടിച്ചു, 13കാരൻ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തു വീട്ടിൽ പൊക്കി. ഇത് യൂട്യൂബിലെ ഗർജിക്കുന്ന സിംഹവും നാക്കെടുത്താൽ സത്യം മാത്രമേ പറയൂ എന്ന് പറയുന്ന ആവശ്യത്തിൽ കൂടുതൽ താടിയും മുടിയൊക്കെ ഉള്ള അതുലിൻ്റെ തംബ്നെയിലാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. എടാ പോയി വല്ല പണിയെടുത്ത് ജീവിക്കടാ. ഇത് എന്തോന്ന് തംബ്നെയിലടാ വെച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇനി രേണു സുധിയുടെ അടിച്ചു പോയ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് കാണണോ? ഇത് എൻ്റെ സൈഡിലോട്ട് നോക്കിയാൽ മതി. ഇതാ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. രേണു സുധിയുടെ ഇൻസ്റ്റാഗ്രാമിന് ഒന്നും പറ്റിയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവന്മാര് പറയുന്നതിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാം പോലീസ് ഇടപെട്ട് പൂട്ടിച്ചു എന്ന് ഒരുത്തൻ പറയുന്നു, മറ്റൊരുത്തൻ പറയുന്നു മെറ്റ നേരിട്ട് ഇടപെട്ട് അടച്ചു പൂട്ടിച്ചെന്ന്. ഈ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രൈബ് എന്നൊരു ഓപ്ഷൻ മെറ്റ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റ കൊടുത്ത ഓപ്ഷൻ മെറ്റ എടുത്ത് മാറ്റിയാൽ ഓക്കെ, പക്ഷേ മെറ്റ നേരിട്ട് ഇടപെട്ട് ആരുടെയും ഇൻസ്റ്റ പേജൊന്നും പോയിട്ടില്ല, ആരുടെയും ഇൻസ്റ്റ പേജ് പോത്തുമില്ല. മനസ്സിലായില്ലേ? അതിൽ നമ്മളിപ്പം യൂട്യൂബിലാണെങ്കിൽ നമുക്ക് യൂട്യൂബ് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ തംബ്നെയിൽ വെക്കുമ്പോൾ അതിൽ ഭീകരത പടർത്തുന്ന തംബ്നെയിൽ, പിന്നെ ബ്ലഡ്, കുട്ടികളുടെ കരച്ചിൽ, അവരുടെ നഗ്നത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടാൽ യൂട്യൂബ് നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ തന്ന് നമ്മുടെ ചാനൽ എടുത്ത് കളയും. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു കോപ്പിറൈറ്റ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് യൂട്യൂബിലാണെങ്കിൽ സ്റ്റുഡിയോയ്ക്കകത്ത് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ സംഭവം വരും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. എല്ലാം എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റാഗ്രാം മെറ്റ ഇടപെട്ട് പൂട്ടിച്ചെന്ന് പറഞ്ഞു. എൻ്റെ അമ്മൂ, കല്ല് വെച്ച നുണയെന്ന് പറഞ്ഞാൽ കല്ല് വെച്ച നുണ. അപ്പം വിവി എന്ന് പറയുന്ന യൂട്യൂബറുടെ സമാനമായ ഇതുപോലത്തെ ഒരു കള്ളത്തരം ഇതിനു മുമ്പ് ബഷീർ ഒരിക്കൽ പൊളിച്ചതാണ്. അതായത് തംബ്നെയിൽ മറ്റേ സുഹാനയെ കുറിച്ച് എന്തോ ബഷീറുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് അതിനെക്കുറിച്ച് എന്തോ ഒരു തംബ്നെയിൽ വെച്ചിട്ട്, പക്ഷേ വീഡിയോയ്ക്കകത്ത് മോശമായിട്ടൊന്നും വിവി പറഞ്ഞിട്ടില്ല. തംബ്നെയിൽ മറ്റുള്ളവരുടെ വ്യൂ കിട്ടാൻ വേണ്ടി, അതായത് പൈസയാണല്ലോ നമുക്ക് പണം മുഖ്യം ബിഗിൽ എന്ന് പറയും പോലെ, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ ബഷീറുടെ കുടുംബത്തിൻ്റെ സബ്ജക്റ്റ് വേറെ തംബ്നെയിൽ വേറെ ആക്കി വെച്ചിട്ട് ബഷീർ കോള് വിളിച്ച സമയത്ത് ബഷീർ അത് റെക്കോർഡ് ചെയ്തു സ്വന്തം വീഡിയോയിൽ അത് കേൾപ്പിച്ചതാണ്. അപ്പം അതിൽ ഈ വീരശൂര പരാക്രമിയായ ഈ തംബ്നെയിൽ വെച്ചിട്ട് അതിൽ സംസാരിച്ച ആള്, ബ്രോ ഞാൻ ബ്രോയെ ഒന്നും പറഞ്ഞിട്ടില്ല ബ്രോ, ഞാൻ തംബ്നെയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ ബ്രോ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് മെഴുകി ബഷീർ അത് ഓണെയറിൽ വിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ തംബ്നെയിലും വീഡിയോയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ തംബ്നെയിൽ എൻ്റെ തമ്പുരാനെ, ഞാൻ എന്തോ പറയടാ, നീയൊക്കെ ചോര കുടിയന്മാരാണെന്നറിയാം, ചോര ഊറ്റി കുടിക്കുന്ന കൊതുകുകളാണെന്നറിയാം. ആരോഗ്യമുള്ള ആരുടെയെങ്കിലും പോയി ചോര പോയി കുടിയടാ. ഒത്തിരി എഴുന്നേറ്റ് നിൽക്കാൻ ജീവിതത്തുള്ള ഈ ആരോഗ്യമുള്ള ഒരു കാറ്റടിച്ചാൽ ഒടിഞ്ഞു മടങ്ങി 4ആയിട്ട് വീഴുന്ന ഒരു സ്ത്രീയെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതിൻ്റെയൊക്കെ മാക്സിമത്തിലിട്ട് അങ്ങ് പറയുവാണ്. ചൂരും ചുണയും ഉള്ള ഒരു സ്ഥലത്തും നീ ഒന്നും പോവില്ല. ഇത് അപ്പുറത്തൊരു ഷെഫീന എന്ന് പറഞ്ഞൊരു സാധനം കുറേ ആൾക്കാരുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ചെന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ട്. എടുക്കാനുള്ള ഗട്ട്സ് ഉണ്ടോ നിനക്കൊക്കെ? ഇല്ല, അത് പറയത്തില്ല. കാര്യം എന്താ, അവിടെ തൊട്ടാ പൊള്ളും. ഇതാകുമ്പോൾ രേണു സുധി, നീ ഷെഫീന ക്ലീവേജ് കാണിച്ചു വന്നിരുന്നാലും, ഷെഫീന തുണിയില്ലാതെ വന്നിരുന്നാലും നീയൊക്കെ അവളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടൂല. പക്ഷെ രേണു സുധി ആകുമ്പോൾ നല്ല രസമാണ്, ഓടി അങ്ങ് കയറാം, അല്ലേ? ചാഞ്ഞു കിടക്കയില്ലേ, ഓടി അങ്ങ് കയറാം. എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പറയുന്നില്ല, പക്ഷെ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കാം പ്ലീസ്. ഈ ഇല്ലാത്ത നുണ പറഞ്ഞ് ആൾക്കാരുടെ തെറ്റിദ്ധാരണ വരുത്തരുത്. പോലീസ് ഇടപെട്ട് ഇൻസ്റ്റ പൂട്ടിച്ചു എന്ന് പറയുന്നത് മറ്റേ മല്ലു ഫാമിലി, പിന്നെ വേറൊരു മല്ലു ഫാമിലി, വേറെ 2 ഫാമിലികളുടെ ഇൻസ്റ്റാഗ്രാം, വയനാടൻ ബ്ലോഗർ, മല്ലു ഫാമിലി വയനാടൻ ബ്ലോഗർ, ഇവരുടെ 2 പേരുടെയും ഈ ഇൻസ്റ്റാഗ്രാം പോലീസ് ഇടപെട്ടിട്ട് ഒരിക്കൽ അത് ബാൻ ചെയ്യിപ്പിച്ചായിരുന്നു. അത് ഈ സ്കാമിങ് ചെയ്തിട്ടാണ് ആളുകളെ, സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ പറ്റിച്ചിട്ട് ഈ ഗെയിമിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്തിട്ടാണ്, മനുഷ്യനെ തട്ടിച്ചതിലാണ് ഈ എന്ത് ചെയ്തത്, പോലീസ് ഇടപെട്ടിട്ട് അവരുടെയൊക്കെ ആ ഇൻസ്റ്റ പേജ് അടച്ചു പൂട്ടാനുള്ള ഇതിട്ടത്. ഇതിപ്പോൾ രേണു ചെയ്യുന്നത്, ലോകത്തിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളും അല്ല രേണു.
രേണു ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നിന്റെയൊക്കെ ഒരു തെറ്റിദ്ധാരണ പരത്തൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് തുണി അഴിച്ച് കാണിക്കാൻ വേണ്ടി മാത്രമല്ല. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വെച്ചേക്കുന്നവരെല്ലാം തുണി അഴിച്ച് കാണിച്ചുകൊണ്ടല്ല അവിടെ ഇവർ തെറ്റായ ധാരണയാണ് പരത്തുന്നത്. ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം മോശമാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പൊ രേണു സുധിയുടെ സബ്സ്ക്രിപ്ഷൻ പോലെയല്ല മറ്റുള്ളവരുടെ സബ്സ്ക്രിപ്ഷൻ. എല്ലാവരും തുണി അഴിച്ച് ഒരു പർപ്പിൾ ഹെൽക്കോൺ വന്നിട്ട് കാണിക്കും പോലെയല്ല ബാക്കിയുള്ളവർ വന്ന് കാണിക്കുന്നത്. മാറി ചുമ്മാ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ പച്ചക്കള്ളം മെറ്റ നേരിട്ടിടപെട്ട് എന്നാൽ അത് പോട്ടെ, ഇത്രയും കള്ളം വെച്ചിട്ട് ആ ഇൻസ്റ്റ പേജ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഇതാ ഇൻസ്റ്റ പേജ് അവിടെ ഉണ്ട്. എന്തൊരു കള്ളത്തരമാണ് തമ്പുരാനെ ഈ എഴുതി പടച്ചു വിടുന്നത്. അതിന്റെ അടുത്തത് 13 വയസ്സുകാരന്റെ സബ്സ്ക്രിപ്ഷൻ വീട്ടിൽ പൊക്കി. എടാ അതുലേ, 13 വയസ്സുള്ള ഒരു കൊച്ചിന് മൊബൈൽ കൊടുക്കുമ്പോൾ അത് മൊബൈലിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് നോക്കേണ്ടത് വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. അതിന്റെ തന്തയുടെയും തള്ളയുടെയും ഉത്തരവാദിത്തമാണ് കൊച്ച് ഇതിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ആ സ്ത്രീയുടെ ഇതിൽ കയറി 13 വയസ്സുള്ള കൊച്ചു നോക്കുമ്പോൾ അവന് 13 വയസ്സിന്റെ ക്രിമീഡിയൊന്നും അല്ല. അപ്പം അതിന് നല്ല ചൂരൽ പ്രയോഗം തന്തയും തള്ളയും കൊടുക്കണം. 13കാരന്റെ സബ്സ്ക്രിപ്ഷൻ വീട്ടിൽ പൊക്കി രേണു സുധി പറയുന്നോ പ്രായപൂർത്തിയാവാത്ത നീ വന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നു പറയുന്നില്ലല്ലോ. അപ്പോ അതിൽ കയറിയിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഐഡിയിൽ നിന്ന് കയറി അത് സബ്സ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയിട്ടല്ലേ. അപ്പൊ ഈ 13 വയസ്സുള്ളതിനല്ലേ മടൽ വെട്ടി അടിക്കാനുള്ളത്. രേണു സുധി അത് വെച്ചേക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളി എന്നാണ്. നമ്മളെ പേ ചെയ്ത് നമ്മളതിൽ കയറിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. കൊച്ചു കുട്ടികൾക്ക് പോലും ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്രോൾ ചെയ്യുന്ന തരത്തിലാണ് അത് വന്നിരുന്നതെങ്കിൽ നമുക്ക് പറയാം, കുട്ടിയുടെ കുറ്റമല്ല, സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നു. ഇപ്പൊ ലിഷാന നിച്ചൂസിന്റെ ഒക്കെ വരും പോലെ നമ്മൾ ലൈവ് സ്ക്രോൾ ചെയ്യുമ്പോൾ വരും പോലെ വന്നിരുന്നെങ്കിൽ നമുക്ക് പറയാം, നമ്മളെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നില്ല, സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നു. ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുമ്പം ഈ സബ്സ്ക്രിപ്ഷൻ വെച്ചേക്കിനേക്കാളും എത്രയോ മോശമായിട്ടുള്ള വീഡിയോസ് വരുന്നു. എത്രയോ സ്ത്രീകൾ എന്താ പറയുക, വസ്ത്ര സ്വാതന്ത്ര്യം അവരവരുടെ ഇതാണ്. ഈ എന്തോ പറയണം, ഈ എന്താ മെനിങ്ങാന്ന് ഞാൻ കണ്ടു ഒരു സിനിമാ നടി, എന്തൊരു ഷാനു റോമി അങ്ങനെ എന്തോ ആണ് അവരുടെ പേര്. നമ്മുടെ തലയിലിടുന്ന ഹെയർ ബാൻഡ് ഇല്ലേ, ഹെഡ് ബാൻഡ്, അത് മാത്രം എന്താ ഇവിടെ ഈ ബ്രസ്റ്റിന്റെ ഇവിടെ വെച്ചിട്ട് ആ ഹെയർ ബാൻഡ് മാത്രമുണ്ട്. പിന്നെ ഈ നേവലിന്റെ താഴോട്ട് ഒരു പാവാടയ്ക്ക് ലെങ്ത് ഉണ്ട്. അത്തരത്തിലുള്ള എന്തുമാത്രം വീഡിയോസ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നിടാം. നിനക്കൊന്നും അതൊന്നും കണ്ണി പിടിക്കുന്നില്ലേ? 13 വയസ്സുള്ള പയ്യൻ, 13 വയസ്സല്ല അവൻ 33 വയസ്സിന്റെ വകുപ്പാണ് അവൻ കാണിക്കുന്നത്. 13 വയസ്സിന്റെ അല്ലേ. കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ കുട്ടികളുടെ ഫോൺ ഇതുപോലെ നമ്മുടെ കയ്യിൽ മേടിച്ചിട്ട് അവരുടെ വാച്ച് ഹിസ്റ്ററി അവരെന്തൊക്കെ അതിൽ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുകയും കൂടെ ചെയ്യണം. അല്ലാതെ അത് പൊക്കി എന്ന് പറയുമ്പോൾ അത് ആ പയ്യൻ എടുക്കാനുണ്ടായ സാഹചര്യം 100% തെറ്റ് മാതാപിതാക്കളുടെ കയ്യിലാണ്. ഫോണ് കൊടുക്കുമ്പോൾ നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ട്, ടി വി ആയിരുന്നാലും കമ്പ്യൂട്ടർ ആയിരുന്നാലും രക്ഷകർത്താക്കൾക്ക് കൂടി കാണുന്ന തരത്തിൽ വെക്കാൻ പാടുള്ളൂ. അപ്പൊ പിന്നെ ഫോണും കൊടുത്തിട്ട് കൊച്ചിന്റെ തോന്നിയാസത്തിന് വിടുമ്പോൾ സബ്സ്ക്രിപ്ഷൻ മാത്രമല്ല വേറെ പലതും കൊച്ചു ചിലപ്പോൾ എടുത്തു എന്ന് വരും. മനസ്സിലായില്ലേ? അത് രക്ഷകർത്താക്കളുടെ കയ്യിലാണ്. അതും രേണുവിന്റെ പെടലിക്ക്. അപ്പൊ രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഈ കൊച്ചു കാണുള്ളൂ. രേണു സുധി കാണിക്കുന്നത് മാത്രമേ കാണൂ. വേറെ സബ്സ്ക്രിപ്ഷൻ വെച്ചിരിക്കുന്ന വേറെ ഒരു സ്ത്രീകളുടെ ഈ കൊച്ചു കയറി കാണൂല. 13 വയസ്സുകാരൻ രേണുവിന്റെ മാത്രമേ കാണൂ. എൻ്റെ പൊന്നടാവേ, നിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. പക്ഷെ നോണ പ്രചരിപ്പിക്കുമ്പം ഒരു അല്പം ഇച്ചിരി തൊലിക്കെട്ടി കുറയ്ക്കാം. തൊലിക്ക് ഇത്രയും കട്ടി വേണ്ട. കാണ്ടാമൃഗം ചിലപ്പോൾ നാണിച്ചു പോകും നിങ്ങളെയൊക്കെ മുമ്പിൽ. ഇത്രയും വേണ്ട കേട്ടോ. തൊലിക്കെട്ടി ഒരു അല്പം കുറയ്ക്കാം, ലേസം. ഒരു എന്താ പറയുക, ഈ പറയും പോലെ ചോര കുടിക്കുമ്പോഴും ഒരു ആരോഗ്യമുള്ള കുത്തിയ ആ ഒരു ചോര ഊറ്റിയെടുക്കുമ്പോൾ ആ ചോര കൊതുകിന്റെ കടി കൊള്ളാനുള്ള ആരോഗ്യമുള്ള ഒരാളെങ്കിലും പറഞ്ഞാൽ നന്നായിരുന്നു കേട്ടോ. ഒരാൾ തിരിച്ച് പറയുന്നില്ല. അവരുടെ പ്രതിരോധത്തിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത് എടാ നിനക്കൊക്കെ നാണം ഉണ്ടോടാ, എടാ നിനക്കൊക്കെ മാനം ഉണ്ടോടാ എന്ന് ചോദിക്കുന്നത് മാത്രമാണെന്ന് മനസ്സിലാക്കി അവർ കേസിന് പോകത്തില്ല എന്ന് മനസ്സിലാക്കി അവർ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർക്ക് എന്ത് ഇതാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് മനസ്സിലാക്കി ഒരാളെ നല്ല സുഖമാണ് വീണ് കിടക്കണവനെ ചവിട്ടാൻ. മനസ്സിലായില്ലേ? കയ്യൂക്കുള്ളവനെ തൊട്ട് നോക്കണം. അല്ല വീണ് കിടക്കുന്നവനെ ചവിട്ടാൻ നല്ല സുഖമാണ്. നല്ല പുളിങ്കൊമ്പത്ത് കയറി കളിച്ചു നോക്കണം. അങ്ങനെ കളിച്ചവന്മാർക്കൊക്കെ അച്ഛന്മാരെയും പിന്നെ അപ്പൂപ്പന്മാരെയൊക്കെ വെച്ച് പോലീസുകാരന്മാരെ വിട്ട് അപ്പോഴെ തന്നെ പണി കൊടുത്തിട്ടുണ്ട് ചോണയുള്ള പെൺപിള്ളേർ.
മനസ്സിലായില്ലേ? വീട്ടിൽ പോലീസുകാരെ കയറ്റിയിട്ട് അപ്പം തന്നെ ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ച്, ഓർമ്മയുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പിന്നെ വീണ്ടും പോയിട്ട് ചൊറിയാൻ നിൽക്കില്ല അല്ലേ? ഇതുപോലത്തെ പാവപ്പെട്ടവരെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനാടാൻ കിട്ടുന്ന അവസരം മാക്സിമം. പറയുമ്പോൾ എന്താ പറയാ, തിന്നുന്നത് ഷിറ്റാണെന്നെങ്കിലും അറിയാം. കുറച്ച് സ്റ്റാൻഡേർഡോടെ തിന്നൂടെ.